ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. മനുഷ്യൻ എന്തെല്ലാം കെട്ടിപ്പൊക്കിയാലും എന്തെല്ലാം നേടിയെടുത്താലും ഈ ഉലകം വിട്ട് കടന്നു പോകുമ്പോൾ മനുഷ്യനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യനുണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? മനുഷ്യന് മേൽ ദൈവം വച്ചിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. മൃഗങ്ങളും മറ്റ് സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ നമ്മോടൊപ്പം വളർന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും അതിനകത്തൊന്നും ദൈവത്തിന്റെ ആത്മാവില്ല. എന്നാൽ മനുഷ്യനെയും മൃഗത്തെയും ജീവികളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രത്യേക ഘടകമാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ മരിച്ചാൽ മനുഷ്യൻ അടക്കം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് ചേർക്കപ്പെടും. പിന്നെ അവന്റെ മൺമയമായ ശരീരമാണ് ഈ മണ്ണിൽ ലയിച്ചു ചേരുവാനിടയാകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് ചേരും. ഒരു മൃഗം ചത്തുപോയാൽ ചത്തുപോയെന്നേ ഉള്ളൂ, മൃഗത്തിന് ആത്മാവില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആത്മാവ് വിലയേറിയതാണ്. മനുഷ്യൻ ഇന്ന് മരിച്ചാൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വളരെ ആധികാരികമായി പ്രഖ്യാപിക്കപ്പെടുന്നു. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, ഉലകത്തിൽ മരിച്ചിട്ട് മരണത്തെ ജയിച്ചുയർത്തെന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അനേക ആചാര്യന്മാരും അനേക ശ്രേഷ്ഠന്മാരായ ആളുകളും ആത്മീയ ഗുരുക്കന്മാരും തത്വജ്ഞാനികളും അരിസ്റ്റോട്ടിനെ പോലെയും പ്ലേറ്റോയെ പോലെയും അതുപോലെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെയും ഒക്കെയുള്ള അനേക മഹാരഥന്മാർ ഈ ഭൂമിയിൽ വാണ് ഇവിടെ കൊണ്ട് തീർന്നു പോകുമ്പോൾ മരണത്തെ ജയിച്ചിന്നും ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈ സന്ദേശം ഞങ്ങൾ ഈ ദേശത്തോട് കൈമാറുന്നത്. വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവിലെ യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. രക്ഷയ്ക്ക് വേണ്ടി പല വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ, രക്ഷയ്ക്ക് വേണ്ടി പല വഴികളിലൂടെ ഓടിപ്പോകുന്നവരെ, ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, സന്തോഷമുണ്ടാകും. നിങ്ങൾ അനുഭവിക്കുന്ന നിരാശയിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന്, ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരോടും തുറന്നു പറയുവാൻ കഴിയാത്ത വേദനാധിനകമായ അവസ്ഥയിലൂടെ, മനസ്സ് നീറിപ്പുകഞ്ഞ അവസ്ഥയിലൂടെ, ഹൃദയത്തിന്റെ ഇടിപ്പോടുകൂടെ നിങ്ങളെ നടന്നു പോകുമ്പോഴും നിങ്ങൾ വാഹനത്തിലായിരിക്കുമ്പോഴും ഒക്കെ ഒരുപക്ഷെ വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ ആയിരിക്കാം ജീവിതം നയിച്ചു കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഇന്ന് പകൽക്കാലം ഞങ്ങൾ കൈമാറുന്നത്. യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് നിത്യമായ സന്തോഷവും സമാധാനവും പ്രാപിച്ച് ഒരു പുതു ജീവന്റെ അവകാശിയായി തീരുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സർവകൃപാലുവായ ദൈവം ഈ സന്ദേശത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം കേട്ട ആരെങ്കിലും ഭാരത്തിലായിരിക്കുന്നെങ്കിൽ, നിരാശയിലായിരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ കടഭാരങ്ങൾ നിമിത്തം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാതെ പല വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ടും ഒരു തലമുറയെ ലഭിക്കത്തില്ലെന്ന് ഈ ലോകത്തിന്റെ വൈദ്യശാസ്ത്ര വിധി എഴുതിയേക്കാം. ഒരുപക്ഷെ ഒരു രോഗിയായി കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ നിങ്ങളുടെ ബെഡിലായിരിക്കാം ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ടും ഒരിക്കലും നിങ്ങളുടെ രോഗത്തിന് ശമനം ഉണ്ടാകുകയില്ലെന്ന് ഈ ലോകത്തിന്റെ വൈദ്യശാസ്ത്രം വില കൽപ്പിച്ചേക്കാം. എന്നാൽ സ്വർഗത്തിലെ ഒരു നല്ല വൈദ്യനായ ക്രിസ്തു ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ അവൻ കഴിവുള്ളവനാണ്. ഈ സന്ദേശം ഇന്ന് പകൽക്കാലം ഇവിടെ കൈമാറുമ്പോൾ ഞങ്ങളെ നോക്കുക. ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവരായി ഈ ലോകത്തിന്റെ അവസ്ഥയിലൂടെ പല ജോലികളിലൂടെ ഒക്കെ കടന്നുപോയ ഞങ്ങൾ രോഗത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും വെറിക്കൂത്തുകളിൽ നിന്നുമൊക്കെ ക്രിസ്തുവിന്റെ നിസ്സീമമായ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിട്ട് അനുഗ്രഹിതമായ ഈ സന്ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കപ്പെടുവാനിടയായി. അതുകൊണ്ടാണ് ഈ ദേശത്തും കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇങ്ങനെയുള്ള ഈ സന്ദേശങ്ങൾ ഞങ്ങൾ കൈമാറുന്നത്. ഇത് നിർബന്ധമല്ല, ആരെയും ഞങ്ങൾ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നുമില്ല. എന്നാൽ ഒരു സത്യം വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാനും മനുഷ്യൻ എന്നേക്കും വീണ്ടെടുപ്പ് കൊടുക്കുവാനും യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ടല്ല, ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിനെയുമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ കുചേലനെന്നോ കുബേരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ
പുരുഷനെന്നോ ആണെന്നോ പെണ്ണെന്നോ ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ ലിംഗ വ്യത്യാസങ്ങൾ കൂടാതെ മാനവരാശിക്ക് വേണ്ടി ഭൂമിയിൽ വന്ന യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു നിത്യജീവനുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനാജനകമായ പ്രശ്നങ്ങൾക്കകത്ത് ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. പരിശുദ്ധനായ